എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ആകുന്നതിലേക്ക് +2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. അതോടൊപ്പം 1 ഇയർ ഡ്യൂറേഷനിലുള്ള ഒരു പ്രൊഫഷണൽ ഡിപ്ലോമ ചെയ്യുന്നതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ നിങ്ങളുടെ ക്വാളിറ്റീസിനും പ്രാധാന്യമുണ്ട്. നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത്, അതോടൊപ്പം നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ, ഗ്രൂമിംഗ്, നിങ്ങളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ, ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ആവുന്നു എന്നത് തന്നെയാണ്. തിയറി പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് ആധികാരികമായിട്ട് അറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഗ്രൂമിംഗ് ഇംപ്രൂവ് ആവുന്നു, നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ആവുന്നു, ഇൻ ടോട്ടലി നിങ്ങളുടെ ഇന്റർപേഴ്സണൽ സ്കിൽസിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് സ്കിൻ കളർ. ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ സ്കിൻ കളറിന് യാതൊരു പ്രാധാന്യവുമില്ല. ക്യാബിൻ ക്രൂ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്ന് ക്ലിയർ ആൻഡ് പ്രസന്റബിൾ ആയി സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. ഏവിയേഷൻ ഒരു ഇന്റർനാഷണൽ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനും അത്ര തന്നെ പ്രാധാന്യമുണ്ട്. നല്ലൊരു കോച്ചിങ് സെന്ററിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ 3 to 6 months കൊണ്ട് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യിക്കാവുന്നതാണ്. ചില പർട്ടിക്കുലർ എയർലൈൻസുകളിൽ ഫ്രഷറായിട്ട് ക്യാബിൻ ക്രൂ പോസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അൺമാരീഡ് ആയിട്ടിരിക്കേണ്ടത് നിർബന്ധമാണ്. എന്നാൽ എല്ലാ എയർലൈൻസുകളിലും ഇത് ബാധകമല്ല. കല്യാണം കഴിഞ്ഞവരും കുഞ്ഞുങ്ങളുള്ളവരും ഒക്കെ എയർലൈൻസുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് സ്റ്റാഫിൽ ഇതിന് വലിയ പ്രാധാന്യമില്ല. നിങ്ങൾക്ക് മാരീഡ് ആണെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ എയർലൈൻസ് ആൻഡ് കമ്പനി പോളിസിയാണ്.